ഇത് ചച്ചോട് ഒളിച്ചിക്കണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഹോം ടൂറും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആദ്യത്തിൻ്റെ റൂമിൻ്റെ മേക്ക് ഓവറും കാണിക്കുന്നുണ്ട്. അതാണ് പ്രധാനപ്പെട്ടത് കേട്ടോ. ഹോം ടൂർ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുതിയതായിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടാവുമല്ലോ. ഞാൻ മുന്നേ കാണിച്ച ആ സ്ഥലത്ത് കൂടെയാണ് നമ്മളെപ്പോഴും വീട്ടിലേക്ക് കയറാറ് പതിവ് കേട്ടോ, വണ്ടിയൊക്കെ കയറാറ്. ഇവിടെ നേരെ ഞാൻ കുറച്ച് വഴിയൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. പണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല വീടിൻ്റെ തുടക്കത്തിൽ. പിന്നെ പറഞ്ഞു നടക്കി നേരെ ഒരു വഴി വേണമെന്ന് പറഞ്ഞ കാരണം അങ്ങനെ റെഡിയാക്കി ഇട്ടുമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഈ കാണിച്ചതാണ് നമ്മുടെ വീടിൻ്റെ ഒരു പിക്ക്. അങ്ങനെ നേരെ അകത്തേക്ക് തുറന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ ഹോള് മേക്ക് ഓവർ ഇതൊക്കെ ഏറെക്കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവുമല്ലോ. പുതിയതായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. നമുക്ക് ടൈലിടാത്ത കാരണം ഇപ്പോൾ മാറ്റ് വിരിച്ചതാണ്. നല്ല വില കുറവിൽ ഇപ്പോൾ കണ്ട കാരണം കൊണ്ട് ഞാൻ ആദ്യമൊക്കെ കുറേ നോക്കിയിട്ടുണ്ട്. അന്നൊന്നും അങ്ങനെ അത്ര വില കുറവ് കണ്ടിട്ടില്ല. അപ്പോൾ കടക്കുമ്പോൾ തന്നെ സോഫ സെറ്റി, പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ ഏരിയ, പൂജ സെറ്റും അത് അവിടെ തന്നെ ചെയ്തു. പിന്നെ കോണീര അവിടേക്ക് ഇങ്ങോട്ട് കടക്കുമ്പോൾ കോണീര അടിയിൽ നിറയെ നമ്മുടെ സ്റ്റോർ റൂം, ചെറിയൊരു മിനി സ്റ്റോർ റൂം എന്ന് വേണമെങ്കിൽ പറയാട്ടെ. സാധനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യേണ്ടത്. നമ്മുടെ വീടായ എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ, ചേട്ടൻ്റേതായ വർക്ക്ഷോപ്പിൻ്റെ സാധനങ്ങളാണ് കേട്ടോ കൂടുതലും അവിടെയുള്ളത്. അപ്പോൾ അത് നമുക്ക് എടുത്ത് കളയാനോ അല്ലെങ്കിൽ മഴയത്ത് ഇട്ട് വയ്ക്കാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് അത് അവിടെ തന്നെ ഇരിക്കാൻ നിവൃത്തിയുള്ളൂ. അപ്പോൾ അങ്ങനെ അവിടേക്ക്, അപ്പോൾ കോണീര ഭാഗത്തേക്കാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നത്. അവിടെ ഒരു മിററും വാഷ് ബേസിനും ഉണ്ട്. പിന്നെ നമ്മുടെ റൂമിലേക്ക് കിടക്കുമ്പോൾ ഇങ്ങനെയാണ് ഒരു പിക്ക് കേട്ടോ. അപ്പോൾ ഒരു ബെഡും ഫാമിലി കോട്ട് ബെഡും, പിന്നെ ഒരു അലമാരി, പിന്നെ ചെറിയൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് നമ്മുടെ മേക്കപ്പ് സാധനങ്ങളും ബാഗും ഒക്കെ വയ്ക്കാനായിട്ട്. അവിടെ ചെറിയൊരു ഫ്ലവറും വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് തിരിയുമ്പോൾ കട്ടിലിൻ്റെ മൂലയ്ക്ക് വീണ്ടും ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അത് കന്നിമൂലയാണെന്ന് പറയാം. അപ്പം ഞാൻ പൈസയൊക്കെ വയ്ക്കാമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പിന്നെ നല്ല ലക്യു ബാമ്പും വെച്ചു. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അതായിരുന്നു എൻ്റെ വീട് പണിയുമ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അറ്റാച്ച്ഡ് ബാത്റൂം വേണം എന്നുള്ളതായിരുന്നു കേട്ടോ. നമ്മളവിടെ തറവാട്ടിലൊക്കെ താമസിക്കുമ്പോൾ ബാത്റൂമുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് അങ്ങനെ വിചാരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ അലമാരി പണിയാനുള്ള സ്ഥലം വിട്ടിരിക്കുന്ന. അപ്പോൾ അവിടെ കലണ്ടർ കൊളുത്തിട്ടുണ്ട്. ഒരു ഹാങ്കർ, ഡ്രസ്സൊക്കെ ഷർട്ടൊക്കെ കൊളുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഹാങ്കർ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമുക്ക് തുണിയൊക്കെ ഇപ്പോൾ അലക്കാനൊക്കെ ഇടണമെങ്കിൽ ഒരു ബാസ്ക്കറ്റ് വേണമല്ലോ, അങ്ങനെ വെക്കണം കേട്ടോ. അപ്പോൾ എനിക്കത് സാധിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ആദ്യത്തിൻ്റെ റൂം ഇന്നാണ് മേക്ക് ഓവർ ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ കൂറ പിടിച്ച് കിടക്കുന്നത്. ഇത് മുകളിലത്തെ ഹോളാണ് കേട്ടോ. അപ്പോൾ അവിടെ ഈ കർട്ടനുള്ള ഇത് ശരിയാക്കാണ് ചേട്ടൻ. പിന്നെ അത് കഴിഞ്ഞ് വന്ന് ഈ റൂമിലേക്ക് വന്നു. അപ്പോൾ റൂമിലേക്ക് വന്നപ്പോൾ നമ്മുടെ കട്ടിൽ വന്ന് കിടക്കയൊക്കെ എടുത്ത് പാകം പൊടിഞ്ഞു പോയി കൊണ്ട് കളഞ്ഞു. പിന്നെ അതിൻ്റെ മുകളിലൊക്കെ നിറയെ പൊടിയായിരുന്നു എന്ന് പറഞ്ഞാലാവില്ല കേട്ടോ. അത്രയും വൃത്തികേടായിരുന്നു ഈ ഒരു റൂം എന്ന് പറയുന്നത്. അത് അടിച്ചു വാരാനൊക്കെ ചെന്നതിനെ തല്ലി ഓടിപ്പിക്കുന്നു പറഞ്ഞ പോലെയാണ് അവൻ വൃത്തിയാക്കിക്കൊണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ബാത്റൂം ബാക്കി തന്നെ വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ ഒരു വട്ടം കഴുകിയപ്പോൾ ഞാൻ ഉപയോഗിക്കാറുണ്ടായില്ല. മുകളിൽ ചേട്ടൻ്റെ റൂമിലേക്ക് പോയി. ഇപ്പോൾ പിന്നെ കട്ടിൽ പെയിൻറ്റ് അടിക്കണ്ടെന്നൊക്കെ വിചാരിച്ചു. പെയിൻറ്റ് ഏറെക്കുറെ ഞാൻ ആദ്യം റൂം മേക്ക് ഓവർ ചെയ്യേണ്ടതെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതൊരു വിഷമം. ഞാൻ സ്റ്റെയർ കേസ് മേക്ക് ഓവർ ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അവനിത് ചെയ്യണമെന്ന് പറഞ്ഞു. അവൻ ശ്രീകുട്ടൻ്റെ മുറിയിലേക്ക് കിടക്കണത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ ഇത് പിന്നീട് ചെയ്താൽ മതി എന്നുള്ളൊരു വിചാരമായിരുന്നു കേട്ടോ. അപ്പോൾ അവന് വേണമെന്ന് നിർബന്ധം പറഞ്ഞു. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ അവൻ്റെ ഇഷ്ടത്തിനായിക്കോട്ടെ. ആ ടേബിളൊന്ന് പെയിൻ്റ് അടിച്ചു. ഇതൊക്കെ അമ്മയും അച്ഛനും ഉപയോഗിച്ചിരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ടേബിളും ഒന്ന് പെയിൻ്റ് അടിച്ചു. കട്ടിലിൻ്റെ 2 സൈഡ് പെയിൻ്റ് അടിച്ചു. വാതിലും ഞാൻ പെയിൻ്റ് അടിച്ചു കേട്ടോ. ചേട്ടൻ ഉള്ളിലുള്ള വൈറ്റ് പോർഷനൊക്കെ പെയിൻ്റ് അടിച്ചു. ഇതും അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ്. പിന്നെ ഒരു ക്ലോക്ക് മുന്നുണ്ടായിരുന്നത് തന്നെയാണ്. അതൊന്നും മുകളിൽ കൊളുത്തിയിട്ടു എന്ന് മാത്രം. പിന്നെ ഞങ്ങൾ കട്ടിൽ എങ്ങനെയാണ്, നമുക്ക് മാറ്റ് വിരിക്കണമല്ലോ. അപ്പോൾ എങ്ങനെയാണ് അങ്ങോട്ട് ഇങ്ങോട്ട് വയ്ക്കണോ എന്നൊക്കെയാണ് ഈ തീരുമാനിക്കണത്. അങ്ങനെ തീരുമാനത്തിലെത്തി. കട്ടിലും മേശയുടെ കമ്പിയും ആ ഒരു പലകയും മാറ്റാൻ പറ്റും. അപ്പോൾ അതങ്ങനെ മാറ്റി കട്ടിലിൻ്റെ മുകളിലേക്ക് വെച്ച് അങ്ങനെ സൈഡിലേക്ക് ഇട്ടു. പിന്നെ ഒരു സൈഡിൽ മാറ്റ് വിരിച്ചു. പിന്നെ അപ്പുറത്തെ സൈഡിലും അങ്ങനെ മാറ്റ് വിരിച്ചു കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിരുന്നു. ഒരു തരി മാത്രം കുറവുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ മുന്നേ ശ്രീകുട്ടൻ്റെ മുറിയിൽ ഇത്തിരി കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മുറിച്ചിങ്ങോട്ട് വെച്ചു. അവിടെ എക്കുമ്പോഴേ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ മാറ്റ് വിരിക്കാനായിരുന്നു ഏറ്റവും ഈസി എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ മാറ്റ് അവിടെയും വിരിച്ചപ്പോൾ മാറ്റ് വിരിക്കുമ്പോഴാണ് റൂമിൻ്റെ ലുക്ക് മാറണത് കേട്ടോ. എപ്പോഴും മേശയും കൊണ്ടുവന്ന് ഇട്ടു. പിന്നെ നമ്മുടെ കർട്ടൻ, ശ്രീകുട്ടൻ്റെ മുറിയിലുണ്ടായിരുന്ന കർട്ടൻ തന്നെയാണ്. അത് ഞാൻ നടുവിലേക്ക് ഒരു ഗോൾഡൻ കളറും കൂടി വാങ്ങിച്ചു. പക്ഷേ ഇട്ട് വന്നപ്പോൾ എനിക്ക് തോന്നി അത് ഒരു ഗോൾഡൻ കളറും കൂടി വാങ്ങിക്കാമായിരുന്നു എന്ന് തോന്നി കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഇനി എപ്പോഴെങ്കിലും വാങ്ങിക്കണം. പിന്നെ ആദ്യത്തിൻ്റെ റൂം ഫാമിലി കോട്ടായിരുന്നല്ലോ കട്ടിൽ. അതും ഒരു സൈഡിലൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു.
അത് കാരണമായിരുന്നു ഞാൻ വലിയ വിരി വാങ്ങിച്ചത്. പിന്നെ കടയ്ക്കൊക്കെ എടുത്ത് നോക്കിയപ്പോൾ പറ്റാണ്ടായപ്പോൾ പിന്നെ ചെറുതാക്കി. അപ്പോൾ ഇതാണ് താഴത്തിൻ്റെ റൂമിൻ്റെ ഒരു പിക്ക് എന്ന് പറയുന്നത്. ഞാൻ മുൻകൂട്ടി വിചാരിക്കാത്ത കാരണം മറ്റുള്ള റൂമുകളുടെ അത്ര ഭംഗിയായില്ല എന്ന് എനിക്കൊരു തോന്നൽ. കൂട്ടുകാരതിൻ്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞോളൂ. താഴത്തിൻ്റെ റൂം എങ്ങനെയുണ്ടെന്ന്. അവൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ +2 അല്ലേ, അപ്പോൾ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവൻ്റെ ബുക്കുകളും ഞാൻ പറയില്ല, ഇപ്പോൾ ശ്രീകുട്ടൻ്റെ മുറിയിലാണ് കിടക്കണത്. അപ്പോൾ ഇത് ഭംഗിയാക്കണ കണ്ടപ്പോൾ വേഗം ഇങ്ങോട്ട് താഴത്തേക്ക് വന്നിരുന്നു. അപ്പോൾ അച്ഛൻ വേഗം ഓടിപ്പിച്ചു. എന്നുവെച്ചാൽ പെയിൻറ്റിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ. ഇന്ന് നമ്മൾ റെഡിയാക്കിയ റൂമല്ലേ, അപ്പോൾ 1-2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് താമസം മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു അവൻ്റെ അടുത്ത്. പിന്നെ നമ്മൾ നേരെ കോണി കയറി മുകളിലേക്ക് പോവാം. തിരിച്ച് ഹാളിലേക്ക് വന്നു. അടുക്കളയിലേക്കാണ് കേട്ടോ പോണത് നേരെ. അപ്പോൾ അവിടെ കബോർഡ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇത്ര ഉയരമുള്ള വീതി കുറഞ്ഞൊരു സ്റ്റാൻഡും കൂടി വാങ്ങിച്ചു വെച്ചു. എനിക്ക് അത്യാവശ്യം എടുക്കാനുള്ള എല്ലാ സാധനങ്ങളും അതിൽ വയ്ക്കാനായിട്ട് വിചാരിച്ചു. അപ്പോൾ ചിലർ പറഞ്ഞു ഭംഗിയില്ല എന്ന്. പക്ഷേ ഭംഗിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ആ ഒരു സ്റ്റാൻഡ് വെച്ചത് കേട്ടോ. എനിക്ക് സൗകര്യത്തിന് വേണ്ടി. കാരണം എല്ലാതും സ്റ്റോർ റൂമിൽ പോയിട്ട് എടുക്കുമ്പോൾ കുക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ഫ്രിഡ്ജും മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് ഓടിച്ചൊരു ഹോം ടൂർ എടുത്തുന്നു. ബാക്കിലേക്ക് വർക്ക് ഏരിയ അങ്ങനെയൊന്നും ഇല്ല. രാത്രി ആയാലും ഇപ്പോൾ അവിടെ കാണിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. മുറ്റവും പരിസരമൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. അടുത്ത ആഴ്ചയല്ല അങ്ങനെയൊക്കെ ഒരു പച്ചക്കറിത്തോട്ടം ഗാർഡനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ അതവിടെ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഇടണമെന്നാണ് ഞാൻ മുന്നേ വിചാരിച്ചിരുന്നത്. പക്ഷേ അപ്പോൾ നമ്മുടെ ഈ പാത്രങ്ങൾ വയ്ക്കുന്ന സ്റ്റാൻഡ് അതിൽ കൊള്ളില്ല. അപ്പോൾ അത് കാരണം ഫ്രിഡ്ജ് നമ്മുടെ അടുക്കളയിലേക്ക് മാറ്റി. പാത്രങ്ങളൊക്കെ ഇവിടെ കൊള്ളണ കാരണം കൊണ്ടാണ് നമ്മുടെ അടുക്കള ഇത്ര ഭംഗിയായിട്ട് കിടക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ കിടക്കാറില്ല. നിറയെ പാത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. നേരെ സ്റ്റെയർ കേസ് കയറി നമ്മൾ മുകളിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഭാഗം ഒന്ന് മേക്ക് ഓവർ ചെയ്യണം എന്തായാലും. ഇപ്പോൾ അത് എനിക്ക് സാധിച്ചിട്ടില്ല. ഇത്രയൊക്കെ സാധിച്ചതിന് തന്നെ എനിക്ക് ദൈവത്തിനോട് ഞാൻ ഒരുപാട് താങ്ക്സ് പറയണം കേട്ടോ. ഞാനിപ്പോൾ വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊന്നും സാധിക്കുന്നത്. അങ്ങനെ ഇവിടെയൊക്കെ ഒരു ചെടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തിരിച്ച് വെക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ ഇന്ന് അതും കൂടിയും ചെയ്യാനായിട്ട് സാധിച്ചില്ല. വൈകുന്നേരമായി എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതാ നേരെ പുറത്തേക്ക് അവിടെ ടെറസ് നല്ലോണം ഉണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം രാത്രിയൊക്കെ പോയി ഇരിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ട് അവിടെ. പിന്നെ പുറത്തേക്ക് പോകാൻ വെച്ചാൽ ഈ ഒരു റൂം കോണി കയറി വരുന്ന ബെഡ്റൂം 4 എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബെഡ്റൂം എന്ന് പറയാൻ 3 തന്നെയാണ്. പിന്നെ ഇതൊരു ഹോളായിട്ട് കൂട്ടാം. വേണമെങ്കിൽ നമുക്ക് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അച്ഛമ്മ അച്ചാച്ചനൊക്കെ ഉള്ളപ്പോൾ ആദ്യം ഈ റൂമായിരുന്നു ബെഡ്റൂമായിട്ട് ആദ്യത്തെ ഉപയോഗിച്ചിരുന്നത്. ഇവിടെ ഇപ്പം അങ്ങനെ വന്നിരിക്കൽ ഇപ്പം ഇത്തിരി കുറവാണ്. പിന്നെ നമ്മുടെ ശ്രീകുട്ടൻ്റെ മുറിയിൽ മാറ്റ് ഇട്ടിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതാ ഇപ്പം മാറ്റൊക്കെ ഇട്ട് നല്ല റെഡിയാക്കി. വേറൊരു ഫ്ലോർ മാറ്റും എന്താ പറയുക ചവിട്ടി എന്ന് പറയില്ലേ, ബാത്റൂമിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുന്നിടത്തൊക്കെ വേറെ ചവിട്ടിയൊക്കെ ആക്കി ഞാൻ. പിന്നെ അലമാരിയൊക്കെ ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് മുന്നേ. കുഞ്ഞിലെ വാങ്ങിച്ചതാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ഒരു കലണ്ടറും ഞാൻ കൊണ്ടുപോയി തൂക്കി. പിന്നെ ക്ലോക്കും വെച്ചു കേട്ടോ. അന്ന് ക്ലോക്ക് ഒട്ടിച്ച് അങ്ങോട്ട് വെച്ചായിരുന്നു, എന്നിട്ട് താഴത്ത് വീണു. ഇന്ന് ശരിക്കും തറച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസത്തെ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഈ വീട് ഇത്രയും ഭംഗിയായിട്ട് കണ്ടത്. കുറച്ച് കാശും കൂടുതൽ പരിശ്രമം എന്ന് പറയുന്നതാവും കൂടുതൽ ശരി കേട്ടോ. ഇന്ന് ഫോണിൻ്റെ സ്റ്റാൻഡ് ആദ്യത്തെ ഇങ്ങനെ പെട്ടെന്ന് വലിച്ചപ്പോൾ ഫോണിങ്ങനെ വയ്ക്കണ സംഭവം ഉണ്ടല്ലോ, അത് പോയി. അതിങ്ങനെ മുറിഞ്ഞു പോയി. ഇനിയിപ്പോൾ നാളെ വാങ്ങിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം കയ്യിൽ പിടിച്ച് പറയാൻ നോക്കിയുള്ള ഒരു സെൽഫി സ്റ്റിക്ക് ഉണ്ട് കേട്ടോ. അത് ഞാൻ എടുത്തിട്ടില്ല. അതിൽ സംസാരിക്കായിരുന്നു ഇപ്പോഴാണ് ഓർക്കണത്. വീഡിയോ എടുക്കായിരുന്നു എന്നൊക്കെ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോയത്. അതുപോലെ തന്നെ കമൻ്റ് ഇടാനും കുറേ ആൾക്കാർ നല്ല ഹാപ്പി ആയിട്ടുള്ളവരുണ്ട്. കുറച്ച് പേരെങ്കിലും നമ്മളോട് കുശുമ്പായിട്ട് ചിലർ കമൻ്റ് ഇടുന്നുണ്ട്. ചിലർ അത് നമുക്ക് മനസ്സിലാവും കേട്ടോ. ചിലവരൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെയും ചിലവരൊക്കെ ഒരു പെരുമാറ്റം. അപ്പോൾ ദയവ് ചെയ്ത് കുശുമ്പ് തോന്നാൻ മാത്രം എനിക്കൊന്നും ഇല്ല. എന്നുവെച്ചാൽ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു റിസൾട്ട് ഞാൻ കാണിക്കണത്. അപ്പോൾ കുശുമ്പ് തോന്നണവരോട് എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് അറിയില്ല എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ഇതെൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറഞ്ഞത്, കുശുമ്പ് തോന്നുന്നു എന്നുള്ളത്. ചില കമൻറ്റും കണ്ടു. കൂടുതൽ കമൻറ്റും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇന്നാൾ വേറെ ഏതോ ഒരു കുട്ടിയുടെ റോസ്റ്റിംഗ് വീഡിയോ പോലത്തെ വീഡിയോ ഒരടിയിൽ എന്നെപ്പറ്റി കമൻ്റ് ഇട്ടിട്ട് കുറേ ലൈക്കും ഒക്കെ കണ്ടു കേട്ടോ. അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
പറ്റിക്ക് നിൻ്റെ കൂടെ കാണിക്കാം. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം. എന്നെ അറിയണവർ കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ എന്നൊക്കെ. പിന്നെ അവിടെ ഇവിടെയൊക്കെ വെച്ച് കുറേ പേരെ കാണുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കുറച്ച് പേരൊക്കെ കുശുമ്പുള്ളവരുള്ളൂ. എന്തിനാണ് കുശുമ്പെന്ന് എനിക്കറിയില്ല. ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യണേനാണോ ഇത്രയും കഷ്ടപ്പെടുന്നതിനാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ കുശുമ്പുള്ളവർ മനസ്സിലാക്കുക, കുശുമ്പും കാണിക്കാൻ മാത്രം ഒന്നും എനിക്കില്ല. ഹാർഡ് വർക്കിൻ്റെ ഫലം മാത്രം ഇവിടെ കാണുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, അവരൊന്ന് മാറി ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക, അത്ര എനിക്ക് പറയാൻ എന്നുള്ളൂ. അപ്പോൾ ഓക്കെ, ഇനി തിങ്കളാഴ്ച അല്ല ബുധനാഴ്ച ചിലപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കാം. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ ഒരു കൊതി തോന്നി, അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ഈ ഫുൾ വീഡിയോ ഇട്ടത് കേട്ടോ. ഇനി ഇപ്പോൾ നമ്മുടെ ഈ കോണി റൂമും ഇല്ലേ, കോണി കയറി വരുന്ന റൂമും കൂടി ശരിയാക്കാണ്ട്, സ്റ്റെയർ കേസിൻ്റെ ഭാഗം കൂടി ശരിയാക്കാനുണ്ട്. അതുപോലെ പുറം ഭാഗം ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് വേസ്റ്റ് ഇഷ്ടം പോലെ കളയാനായിട്ട്, കുറച്ചൊന്നും അല്ല കേട്ടോ വേസ്റ്റ് കളയാനായിട്ട്. ഇപ്പോൾ ആദ്യത്തിൻ്റെ മുറിയിലായാലും അമ്മയുടെ അച്ഛൻ്റെയും ഉപയോഗിച്ചിരുന്ന കിടക്കയായിരുന്നു. അതങ്ങോട്ട് എടുത്തപ്പോൾ ചകിരി അങ്ങോട്ട് പൊടിഞ്ഞ പോലെ. അപ്പോൾ അത് ട്രിപ്പിൾ കോട്ട് പോലെയായിരുന്നു, ഒരു സ്റ്റാൻഡ് സൈഡിൽ വെച്ച് കടിച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഊരി വയ്ക്കേണ്ടി വന്നു. ഇനി ഒരു സിംഗിൾ കോട്ട് ബെഡ് ഇടുകയാണ് ചെയ്തത്. ട്രിപ്പിൾ കോട്ടാകുമ്പോൾ ഇനി അതിനും പൈസ വേണ്ടേ. നമുക്ക് ഈ ഒരു കിടക്കൊണ്ടൊന്നും പോരല്ലോ. ഇനി എന്തായാലും ഭാവിയിൽ അതൊക്കെ മാറ്റേണ്ടി വരും. ഇതിപ്പോൾ തൽക്കാലത്തെ 2-3 കൊല്ലത്തേക്കൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് നമുക്കിത് പറ്റുള്ളൂ. പിന്നെ വൃത്തിയിൽ കിടക്കുമ്പോഴാണല്ലോ ഒരു സന്തോഷം നമുക്ക്. എന്നെ സംബന്ധിച്ച് എൻ്റെ വീടുമേ എൻ്റെ സ്വപ്നങ്ങളാണ് കേട്ടോ ഇതൊക്കെ. വീട് നല്ല ഭംഗിയിൽ സൂക്ഷിക്കുക, മുറ്റം നല്ല ഭംഗിയിൽ സൂക്ഷിക്കുക, നല്ല രീതിയിൽ പാചകം ചെയ്യുക, നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കുക, ഇതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളാണ്. അതിനനുസരിച്ച് ഞാൻ വർക്ക് ചെയ്യുന്നു. കുറേശ്ശെ ഫലങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വർക്ക് ചെയ്യണ അത്രയ്ക്ക് ഫലം എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടണില്ല കേട്ടോ. ഞാൻ ജോലി ചെയ്യുന്ന അത്രയ്ക്കും ഒന്നും കിട്ടണില്ല. കിട്ടുമായിരിക്കും അല്ലേ. പണ്ട് ഞാനൊരു 5000 സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊതിച്ചിട്ടുണ്ട്. ഇന്നത് നമുക്ക് 69ലേക്ക് ആവുന്നു, അതിന് 1 ലക്ഷത്തിലേക്ക് ആകുന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ സ്വപ്നം. അപ്പോൾ ഓക്കെ, ഈ സ്വപ്നം പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായില്ലേ. ഇവിടെ വരുമ്പോൾ നമുക്ക് 25K ആഘോഷിച്ചത് ഇവിടെ വന്നിട്ടായിരുന്നു. അത് 3 ചാനൽ തുടങ്ങി 2 വർഷം അങ്ങോട്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ ഓക്കെ, കൈ കളച്ചു കേട്ടോ അങ്ങനെ പിടിച്ചിട്ട്. അപ്പോൾ ഓക്കെ, ഇന്ന് നമുക്ക് ബുധനാഴ്ച കാണാം. ഓക്കെ.